ഖുശാംദീദ് ബച്ചോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മുബാറക് ഹോ എന്ന പാഠഭാഗത്തിലെ താലീമി സർഗർമയാണ് നോക്കേണ്ടത്, അഥവാ പഠന പ്രവർത്തനങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? देखिए पहला सरगर्मी क्या है. बच्चों रूबी और ടീച്ചർ की ഗുഫ്തഗു റോൾ പ്ലേ കരേ. എന്താ പറഞ്ഞത്? റൂബിയും ടീച്ചറും തമ്മിലുള്ള ഈ ഗുഫ്തഗു, നമ്മളിപ്പോൾ പഠിച്ച ഗുഫ്തഗു ഉണ്ടല്ലോ, അത് നമ്മൾ റോൾ പ്ലേ ആയി അവതരിപ്പിക്കണം. അറിയാമല്ലോ റോൾ പ്ലേ എങ്ങനെയാണെന്ന്. രണ്ട് പേരുടെയും റോള് ഓരോരുത്തരായിട്ട് അല്ലേ, ഒരാൾ റൂബി ആകുന്നു, ഒരാൾ ടീച്ചറാകുന്നു. എന്നിട്ട് ആ സംഭാഷണം അതിന് അനുയോജ്യമായ വോയിസ് മോഡുലേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, अगला सरगर्मी देखिए. बच्चों स्कूल के बाग में कई तरह के फूल पौधे और तितलियाँ हैं. എന്താ പറയുന്നത്? ബച്ചോ, കുട്ടികളെ, സ്കൂളിലെ തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കൾ, അതുപോലെ തന്നെ പൗതേ ചെടികൾ, ഓർ തിത്തലിയാഹെ, പിന്നെയോ എന്തൊക്കെയുണ്ട്? അതുപോലെ തന്നെ നമ്മുടെ പൂമ്പാറ്റയും ഒക്കെ ഉണ്ട്. നിങ്ങളോട് എന്താ പറയുന്നത്? തസ്വീർ ദേഖിയെ ഓർ ജുംലെ പഠ്കർ മുനാസിബ് രംഗ് ഭരിയെ. നമ്മൾ എന്ത് ചെയ്യണം? ചിത്രങ്ങൾ നോക്കണം, എന്നിട്ടോ താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ വായിക്കണം, എന്നിട്ട് അനുയോജ്യമായ നിറം കൊടുക്കണം. രംഗാണ് നിറം. മുനാസിബ് രംഗ് എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ രംഗ് നിറയ്ക്കുക അല്ലേ, അല്ലെങ്കിൽ നിറം കൊടുക്കുക എന്നാണ് അർത്ഥം. നോക്കൂ, താഴെ എന്തൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം അല്ലേ. देखिए ये क्या है, ये क्या है, ये क्या फूल है, तेद पूवा. हाँ, गुलाब है. ये क्या है? ये गुलाब है. गुलाब का रंग क्या है? लाल है. गुलाब का रंग लाल है. यहाँ एक जुमला लिखा है, पढ़िए. ये लाल गुलाब है. ये क्या है? ये लाल गुलाब है. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യേണ്ടത്? ഇവിടെ ലാൽ ഇങ്ങനെ കൊടുത്ത് ഇതിനെ ഭംഗിയാക്കണം അല്ലേ, നല്ല രീതിയിൽ നിറമൊക്കെ കൊടുത്ത് ഭംഗിയാക്കണം. നിങ്ങൾക്ക് നിറം കൊടുക്കാൻ അറിയാമല്ലോ. ലാൽ എന്ന് പറഞ്ഞാൽ ചുമപ്പ് നിറമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അല്ലേ. അടുത്തത് നോക്കൂ, അടുത്തത് നമ്മുടെ ഈ ജുംലയാണ് അല്ലേ. അടുത്തത് നോക്കൂ. യേ പീലാ സൂരജ്മുഖി ഹേ. യേ പീലാ സൂരജ്മുഖി ഹേ. ഇത് സൂരജ്മുഖി എന്താ അറിയോ? ഈ ചിത്രം കണ്ടിട്ട് എന്താ തോന്നുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. സൂര്യകാന്തിയാണെന്നാണ് അല്ലേ. സൂര്യകാന്തിയുടെ നിറം എന്താ ഇതിൽ പറയുന്നത്? ഇതിൽ നോക്കാം അല്ലേ. യേ പീലാ സൂരജ്മുഖി ഹേ. എന്താ പറഞ്ഞത്? യേ പീലാ സൂരജ്മുഖി ഹേ. എന്താ ഈ പീല എന്നുള്ള നിറം? അത് തന്നെ, മഞ്ഞയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലിങ്ങനെ പീല കളർ അല്ലേ, അഥവാ മഞ്ഞ കളർ ഇങ്ങനെ നിറയ്ക്കണം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യാൻ പറ്റുമല്ലോ. നല്ല ഭംഗിയിൽ കൊടുക്കുക കേട്ടോ. ഞാൻ ആ കളറ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഭംഗിയായിട്ട് കളറൊക്കെ കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്ത ജുംല എന്താ? അടുത്തത് ഇതാണ്. നോക്കൂ. യേ കാലി തിത്തലി ഹേ. എന്താ പറഞ്ഞത്? ഈ കാലി തിത്തലി ഹേ. കാലി തിത്തലി. എന്താ ഈ കാലി എന്നുള്ള നിറം? കാലി ഇതാണ്. ഇതേതാ നിറം? യെസ്, കറുപ്പ്. അപ്പോൾ ഇത് നമ്മുടെ കറുത്ത പൂമ്പാറ്റയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലി തിത്തലി ഹേ. അപ്പോൾ നിങ്ങളിതിന് നല്ല ഭംഗിയാക്കിയിട്ട് നിറം കൊടുക്കുക കേട്ടോ. ഇനി എല്ലാത്തിലും കറുപ്പ് തന്നെ അടിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം? വെള്ളയും കറുപ്പും കൂടെ ചേർന്നിട്ടുള്ള കളറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. നിങ്ങളുടെ അനുയോജ്യമായ നിറത്തിന് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോക്കൂ. യേ ഹരാ പത്താ ഹേ. യേ ഹരാ പത്താ ഹേ എന്നാണ് പറഞ്ഞത്. ഇത് എന്താ പറയുന്നത്? ഹര എന്താ നിറം? ഹര ഇതാണ് നിറം. ഏതാണ് നിറം? യെസ്, പച്ച. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ്? ഇത് പച്ച നിറത്തിലുള്ള ഇലയാണ്. അപ്പോൾ ഇത്രയുമാണ് താഴെ തന്നിരിക്കുന്ന ജുംലകൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലൊക്കെ നല്ല ഭംഗിയാക്കി നിറമൊക്കെ കൊടുത്ത് ഈ ജുംലയും വായിക്കുക, നിറങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയെങ്കിൽ നമുക്ക്
അടുത്ത സർഗർമി നോക്കാം അല്ലേ. നോക്കൂ, അടുത്തതെന്താ? അടുത്തതും ഇതുപോലെ തന്നെ കേട്ടോ, രംഗുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഇവിടെ നോക്കൂ, കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ പലതും പല നിറത്തിലുള്ളതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം അല്ലേ. നോക്കുക, മുനാസിബ് രംഗ് കെ നാം ചുൻകർ ജുംലെ പൂരാ കീജിയെ. എന്താ പറയുന്നത്? അനുയോജ്യമായ നിറങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുത്തിട്ട് ജുംല പൂർത്തിയാക്കാനാണ് പറയുന്നത്. എവിടെയാണ് ഈ നിറങ്ങൾ കൊടുത്തിരിക്കുന്നത്? അതെ, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേത് നിറമാണ്? യെസ്, ഇത് ഹരയാണ് കേട്ടോ, പച്ചയാണ്. ഇതേതാ നിറം? കാല. കാല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? നമ്മുടെ കാലി തിത്തലിയുടെ നിറം കറുപ്പ്. സഫേദ്. സഫേദ് വെള്ള നിറത്തിനെ പറയുന്നതാണ്. എന്താണ്? വെള്ള നിറം. അടുത്തത് നീല. നീല എന്താ? നീല തന്നെ. അടുത്തതോ പീല, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, മഞ്ഞ. ലാൽ എന്താണ്? ലാൽ, ഗുലാബിലത്തെ ലാൽ. യെസ്, ചുമപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ? താഴെ ഈ നിറങ്ങൾ ചേർത്ത് ആ ജുംല പൂർത്തിയാക്കണം. ഓക്കെ, അത് ചെയ്യാം അല്ലേ. നോക്കൂ, യേ കാലി ചത്തരി ഹേ. യേ കാലി ചത്തരി ഹേ. എന്താ പറഞ്ഞേ? ഇത് കറുത്ത കുടയാണല്ലോ. ഈ കറുത്ത കുടയെക്കുറിച്ചുള്ള ജുംലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കറുത്ത ചത്തരിയാണ്, ഇത് കറുത്ത കുടയാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ? ഇതിനെ പറയാം നമ്മൾ, ബലൂണിനെ പറയാം ഉബാറ എന്നാണ്. ഇതിൻ്റെ നിറം എന്താ? നീലയാണ് അല്ലേ. അപ്പം യേ നീല ഉബാറാഹെ. നമുക്കറിയാലോ, യേ നീല ഉബാറാഹെ. ഇതിലേത് സെൻറ്റൻസാണ് നമ്മൾ ഏത് വാക്കാണ് ഇതിൽ എഴുതേണ്ടത്? ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിതിന് 1 നമ്പർ ഇട്ട് കൊടുക്കുക, ഇതിന് 2 നമ്പർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, യേ നീല നീല ഉബാറാഹെ. ഇനി അടുത്തത് നോക്കാം. അടുത്ത സെൻറ്റൻസ് ഇതാണ്, യേ ഡാഷ് തർബോസ് ഹേ. യേ ഡാഷ് തർബോസ് ഹേ. തർബോസിൻ്റെ നിറം എന്താണ്? ഹര ആണ് അല്ലേ. നമുക്കറിയാം, ഹരയാണെന്ന് നമുക്കറിയാം. എവിടെയാണ് ഇതിൽ ഹരയുള്ളത്? ഇവിടെയാണ് ഹരയുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത്? ഹര എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്തതോ നമ്മുടെ എന്താ ഇത്? സേബാണ് അല്ലേ. സേബിൻ്റെ നിറം, സേബ് എന്നാണ് പറയുക ആപ്പിളിനെ. ആപ്പിളിനെ പറയുന്നത് സേബ് എന്നാണ്. ഇതിൻ്റെ നിറം എന്താ? ലാലാണ് അല്ലേ. നമുക്കറിയാം, യേ ലാൽ സേബ് ഹേ. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? യേ ലാൽ സേബ് ഹേ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മഞ്ഞ നിറത്തിലുള്ള പഴമാണല്ലേ. നമുക്ക് എന്തായാലും ആദ്യം ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് എഴുതാം അല്ലേ. യേ നീല ഉബാറാഹേ, യേ ഹര തർബൂസ് ഹേ, യേ ലാൽ സേബ് ഹേ. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇത് ഏതാ നിറം? മഞ്ഞയാണല്ലേ. അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള പഴമുണ്ട്, അതുപോലെ തന്നെ വെള്ള നിറത്തിലുള്ള എഗ്ഗും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിറത്തിന് എന്താ നമ്മൾ പറയുക ഉറുദുവിൽ? നമ്മളിവിടെ എല്ലാം പറഞ്ഞതായിരുന്നു അല്ലേ. ഹര നമുക്കറിയാം പച്ചയാണ്, കാല നമുക്കറിയാം കറുപ്പാണ്, നീല നമുക്കറിയാം നീലയാണ്, ലാലും നമുക്കറിയാം ചുമപ്പാണ്. അപ്പം ഇനി മഞ്ഞയെ പറയുന്ന പേര് പീല എന്നാണ്, അതുപോലെ തന്നെ വെള്ളയെ പറയുന്ന പേര് സഫേദ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമുക്ക് പൂരിപ്പിക്കാനുള്ളത് അല്ലേ. നമ്മളിവിടെ എന്താ എഴുതുന്നത്? യേ പീല കേല ഹേ, യേ സഫേദ് അണ്ടാ ഹേ, യേ സഫേദ് അണ്ടാ ഹേ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഏകദേശം 6 നിറങ്ങൾ പഠിച്ചു അല്ലേ. 6 നിറങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം വൃത്തിയായി പഠിക്കുക. ഓക്കെ, ഇനി നോക്കൂ, अगला सरगर्मी, रूबी ने जन्मदिन पर स्कूल के बाग में पौधा लगाया. बच्चों, आपके स्कूल में जन्मदिन पर क्या क्या करते हैं लिखिए. എന്താ പറഞ്ഞേ? റൂബി തൻ്റെ ജന്മദിനത്തിൽ അല്ലേ, റൂബി ജന്മദിനത്തിൽ സ്കൂളിലെ തോട്ടത്തിൽ, എന്ന് പറഞ്ഞാൽ തോട്ടം, സ്കൂളിൻ്റെ തോട്ടത്തിൽ പൗദാലകായ ചെടി നട്ടു അല്ലേ, ചെടി നടുകയുണ്ടായി. ബച്ചോ കുട്ടികളെ, ആപ്കെ സ്കൂൾ മേ നിങ്ങളുടെ സ്കൂളിൽ ജന്മദിനത്തിൻ്റെ അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക? എന്തൊക്കെയായിരിക്കും ചെയ്യുക? എന്തൊക്കെയാണ് ചെയ്യുക? അത് നമുക്ക് എഴുതണം. നമ്മളിത് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യമാണ് അല്ലേ. നിങ്ങളുടെ ജന്മദിനത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. നമ്മൾ ആദ്യം ചെയ്യാറുള്ളത്, എല്ലാവരും ചെയ്യുന്നത് എന്താ?
മിഠായി കൊടുക്കും അല്ലേ, മിഠായി കൊടുക്കാറുണ്ട്. ഓക്കെ, മിഠായി കൊടുക്കും. മിഠായി ദേത്തേ ഹെ അല്ലേ, മിഠായി കൊടുക്കുന്നു. പിന്നെയോ, പിന്നെ എന്തായിരിക്കും ചെയ്യുക? ആ, കിതാബ്, പുസ്തകം കൊടുക്കുന്നവരുണ്ട്, കിതാബ് ദേത്തേ ഹെ. അതുപോലെ തന്നെ തർക്കാരി കൊടുക്കുന്നവരും ഉണ്ട് അല്ലേ, പച്ചക്കറി കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചെടി കൊടുക്കുക എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് മിഠായി എന്ന് എഴുതാം. അതുപോലെ തന്നെ കിതാബ്, തർക്കാരി, ഇത്രയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ചിലവർ പഴം കൊടുക്കുന്നവരുണ്ടാവാം അല്ലേ, ചിലവർ പായസത്തിനുള്ളത് കൊടുക്കുന്നുണ്ടാവാം അല്ലേ. നമുക്ക് എന്താണോ അതും നമുക്ക് എഴുതാം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. शाम को रूबी खुशी खुशी घर पहुंची. रूबी अम्मी को पुकारने लगी. अम्मी और रूबी की गुफ्तगू तैयार कीजिए. എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്? ഒന്ന് ഊഹിച്ചു നോക്കൂ. എന്താണ് നമ്മളിവിടെ എഴുതേണ്ടത്? ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇതൊരു സംഭാഷണമാണ് അല്ലേ എഴുതേണ്ടത്. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? അതെ, റൂബിയും അമ്മിയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. ഇനി എന്തിനെക്കുറിച്ചാണ് അവർ പറയുന്നത് നോക്കാം അല്ലേ. എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടേ? നമുക്ക് ആദ്യം ചോദ്യം വായിച്ചു നോക്കാം. വൈകുന്നേരം, ഷാം കോ, വൈകുന്നേരം, റൂബി ഖുഷി ഗർ പഹുഞ്ചി, സന്തോഷത്തോടെ വീട്ടിലെത്തി. റൂബി അമ്മി കോ പുകാർനെ ലഗി, റൂബി അമ്മയെ വിളിക്കാൻ തുടങ്ങി. അമ്മി ഓർ റൂബി കി ഗുഫ്തഗു തയ്യാർ കീജിയെ, അമ്മയും റൂബിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കൂ. റൂബി വിളിക്കുകയാണ്, അമ്മി ജാൻ അല്ലേ, അമ്മേ. അപ്പോൾ അമ്മ പറയണ, ക്യാ ബാത്ത് ഹേ ബേട്ടി, അപ്പിനെ പൗദ ലഗായ. അമ്മയ്ക്ക് മനസ്സിലായില്ലേ, കാര്യം മനസ്സിലായി. എന്തിനായിരിക്കും അവൾ വിളിക്കുന്നുണ്ടാവുക സ്കൂളിൽ നിന്ന് വന്ന സമയത്ത്? അതെ, നമ്മളെപ്പോലെ തന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനാണ് അല്ലേ. നമ്മളങ്ങനെയല്ലേ, പ്രത്യേക ദിനമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വന്ന് ബാഗ് അവിടെ ഊരി വെക്കുന്നതിന് മുന്നേ തന്നെ അമ്മേ ഇന്നില്ലേ, സ്കൂളിലില്ലേ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ റൂബി വിളിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. കാരണം എന്താ, അവളിന്ന് ജന്മദിനത്തിന് ചെടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ, അതുമായി ബന്ധപ്പെട്ട വിശേഷം പറയാനായിരിക്കും. അപ്പം അമ്മ ചോദിച്ചു, ക്യാ ബാത്ത് ഹേ ബേട്ടി, എന്താ മോളെ കാര്യം അല്ലേ, എന്താണ് കാര്യം മോളെ ആണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെ പറയാം, എന്താ മോളെ കാര്യം അല്ലേ. ക്യാ ബാത്ത് ഹേ ബേട്ടി, എന്താ മോളെ കാര്യം. അപ്പിനെ പൗദ ലഗായ, എന്താ ചോദിച്ചേ, നീ ചെടി നട്ടോ അല്ലേ, അപ്പോൾ റൂബി എന്തായിരിക്കും പറയാം, നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ അവൾ എന്തായിരിക്കും ഉത്തരം പറയുക? അതേ അല്ലേ, അതേ അമ്മേ, ഞാൻ ചെടി നട്ടു. അപ്പോൾ അതേ എന്നുള്ളതിന് എന്താ പറയുക? ഹാ അമ്മീ, മേ പൗദ ലഗായ ഹേ അല്ലേ, മേ പൗദ ലഗായ ഹേ, അല്ലെങ്കിലോ മേനെ പൗദ ലഗായ, അങ്ങനെയും പറയാം കേട്ടോ. മേ പൗദ ലഗായ ഹേ. എന്നിട്ട് അമ്മ അടുത്തത് ചോദിക്കണം, പൗദ കഹാ ലഗായ ബേട്ടി, പൗദ എവിടെയാണ് നട്ടത് മോളെ, എവിടെയാണ് നട്ടത്? അറിയാലോ, സ്കൂളിലെ തോട്ടത്തിൽ. എന്ത് പറയും? സ്കൂൾ കെ ബാഗ് മേ ഹേ അല്ലേ, സ്കൂൾ കെ ബാഗ് മേ ഹേ അമ്മി, അല്ലെങ്കിൽ എന്ത് പറയാം, സ്കൂൾ കെ ബാഗ് മേ ലഗായ അല്ലേ, അങ്ങനെയും പറയാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. സ്കൂൾ കെ ബാഗ് മേ ഹേ, സ്കൂൾ കെ ബാഗ് മേ ഹേ അമ്മി അല്ലേ. ഇനി അമ്മ അടുത്തത് എന്തായിരിക്കും ചോദിക്കുക, അത് നമ്മൾ എഴുതണം. എന്തായിരിക്കും ചോദിക്കുക? നിങ്ങളൊന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കൂ. ഇനി അടുത്തത് അമ്മ ചോദിക്കുന്ന ഒരെണ്ണം എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ആരാണ് നിന്നെ ചെടി നടാൻ സഹായിച്ചതെന്ന് ചോദിക്കാം അല്ലേ. കാരണം നമുക്കറിയാലോ, ചെടി നടുന്ന സമയത്ത് ടീച്ചറും കുട്ടികളും ഒക്കെ അവളെ സഹായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എങ്ങനെയായിരിക്കും അത് ചോദിക്കുക? ആപ്കോ പൗദ ലഗാനെ മേ കോൻ മദത് കിയ, ആരാണ് നിന്നെ സഹായിച്ചത് അല്ലേ. ആപ്കോ പൗദ ലഗാനെ മേ കോൻ മദത് കിയ, ആരാ സഹായിച്ചത്? അപ്പോൾ റൂബിക്ക് വേണമെങ്കിൽ പറയാം അല്ലേ, മുझे टीचर और
दोस्तों ने मदद किया है अम्मी അല്ലേ? എന്താ എന്നെ ടീച്ചറും ദോസ്തും അല്ലേ കൂട്ടുകാരും സഹായിച്ചു അമ്മേ. അപ്പോൾ അമ്മ പറയുന്നു ബഹുത്ത് അച്ഛ, വളരെ നല്ലത് അല്ലേ. അപ്പോൾ റൂബി പറയുന്നു ശുക്രിയ അല്ലേ, നന്ദി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സംഭാഷണമായി എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ആശയം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതും എഴുതാം. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം നോക്കൂ. बच्चों, खाने में चंद चीज़ों के नाम है, ढूंढ कर दायरा बनाइए और जुमले पूरे कीजिए. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്തായിരിക്കും ചെയ്യുക? ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട് അല്ലേ? ഈ കോളം തന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു വാക്കിൻ്റെ ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വൃത്തമൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ വൃത്തമല്ല, ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ബാലരമയിലും ബാലഭൂമിയിലൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒളിച്ചിരിക്കുന്ന വാക്കുകളെ കണ്ടെത്തുക. അത് തന്നെ, അതിൻ്റെ വേറൊരു ഇതാണ് കേട്ടോ. അത് തന്നെയാണ് ഇതിലുള്ളത്. കുറേ അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾക്കിടയിൽ എന്തുണ്ട്? ചില വാക്കുകൾ, നമ്മൾ പഠിച്ച ചില വാക്കുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ വാക്കുകൾ കണ്ടെത്തണം. എന്നിട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്ന ജുംലകൾ പൂർത്തിയാക്കണം. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ചോദ്യം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം കണ്ടുപിടിക്കാം. നോക്കുക, ബച്ചോ ഖാനെ മേ ചന്ദ് ചീസോം കെ നാം ഹേ. കുട്ടികളെ, ഈ കോളത്തിൽ കുറച്ച് വസ്തുക്കളുടെ പേരുണ്ട്. ടൂണ്ട് കർ ദായറ ബനായി, അവ തിരഞ്ഞ് കണ്ടുപിടിക്കുക അല്ലേ? അതിനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? വൃത്തം വരയ്ക്കുക. എന്നിട്ടോ നമ്മുടെ ജുംല പൂർത്തിയാക്കുക. അപ്പോൾ ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് എന്താ കണ്ടോ? പൗതയാണ് അല്ലേ? പൗതയാണ്. എന്നിട്ട് അത് വെച്ച് ഇവിടെ ജുംല കൊടുത്തിരിക്കുന്നു, യേ പൗതാഹെ. വളരെ സിമ്പിളാണ്. ഇത് പൗതയാണ് അല്ലേ? ഇത് ചെടിയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം ഏതൊക്കെയുണ്ടെന്ന്. ഒന്ന് നോക്കൂ എന്തൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ച കുറേ വാക്കുകൾ ഇതിലുണ്ടല്ലോ. കണ്ടോ? ഞാൻ കണ്ടു ഒന്ന്. ഇവിടെ ഒരെണ്ണം കണ്ടു, ആം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ഇവിടെ ഒരെണ്ണം കൂടെ കണ്ടു. നമ്മുടെ ബാ. ഇനി ആരെങ്കിലും കണ്ടോ? യെസ്, അവിടെയുണ്ട്, പൂലുണ്ട്. പൂലെന്താ? പൂവാണ്. ഇവിടെയുണ്ട്, സ്കൂൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ കാണാം, തിത്തലിയുണ്ട്. അപ്പോൾ ഇതിൽ എത്ര വാക്കുകളാണ് ഉള്ളത്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൽ ആമിൻ്റെ മേലെ കൂടെ വരഞ്ഞു പോയി. ഇതാണ് കേട്ടോ ആം. ശരി, ഇനി നമുക്ക് എഴുതാം അല്ലേ? എങ്ങനെ എഴുതേണ്ടത്? ഈ പൗദാഹെ എഴുതിയ പോലെ ബാക്കി നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാക്കുകൾ സ്കൂള്, ബാ, ഫൂൽ, തിത്തലി, ആം, ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതാം. എന്തൊക്കെ എഴുതാം? യേ ആം ഹേ, യേ സ്കൂൾ ഹേ, പിന്നെ യേ തിത്തലി ഹേ, പിന്നെയോ യേ ഫൂൽ ഹേ, പിന്നെയോ യേ ബാ ഹേ. ഓക്കെ, അപ്പോൾ ഇത്രയും വസ്തുക്കളായിരുന്നു അതിൽ ഒളിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എന്താ കാണുന്നത്? യെസ്, ഒരു ഗ്രീറ്റിംഗ് കാർഡാണ് അല്ലേ? ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? മേരി പ്യാരി ദോസ്ത് റൂബി. എന്താ അർത്ഥം? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ റൂബി, ജന്മദിൻ മുബാറക് ഹോ, ജന്മദിനാശംസകൾ. ആരാ ഇത് എഴുതിയിരിക്കുന്നത്? സാനിയയാണ്. നമ്മളോട് എന്തായിരിക്കും പറയുക? അത് തന്നെ ആയിരിക്കും അല്ലേ? ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാനായിരിക്കും പറയുക. നമുക്ക് എന്തായാലും ഒന്ന് ചോദ്യം വായിച്ച് നോക്കാം. ചോദ്യം എന്താണ്? നോക്കൂ. रूबी के जन्मदिन पर उसकी सहेली सानिया ने ഗ്രീറ്റിംഗ് കാർഡ് തയ്യാർ കർക്കെ ദിയ. എന്താ പറഞ്ഞേ? റൂബിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് അവളുടെ സഹേലി, അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള സാനിയ എന്ത് ചെയ്തു? ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി നൽകി. ബച്ചോ ആപ്പ് ബി അപ്പിനെ ദോസ്ത് കേളിയെ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാർ കീജിയെ. എന്താ പറയുന്നത്? കൂട്ടുകാരെ അല്ലെങ്കിൽ കുട്ടികളെ, നിങ്ങളും നിങ്ങളുടെ
ദോസ്തിൻ്റെ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ ബർത്ത്ഡേക്കായിട്ട് എന്ത് ചെയ്യണം? ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി നൽകാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുക. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ ആർക്കാണ് ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്നത്? റൂബിക്കാണ്. കണ്ടോ? അപ്പോൾ ഈ പേരാണ് ഇവിടെ ആദ്യം വന്നത്. ആരാണോ കൊടുക്കുന്നത് അത് താഴെയാണ് വന്നത്. അപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു റാണി എന്ന് പറയുന്ന കുട്ടി, റാണി എന്ന് പറയുന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. റാണിക്ക് നമ്മുടെ അമ്മു ആണ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? മേരി പ്യാരി ദോസ്ത്, അല്ലേ? ആർക്കാണോ കൊടുക്കുന്നത് ആ പേരാണ് അവിടെ എഴുതുക. മേരി പ്യാരി ദോസ്ത് റാണി. വളരെ സിമ്പിളാണ് കേട്ടോ. മേരി പ്യാരി ദോസ്ത് റാണി. പിന്നെ എന്തെഴുതും? ജന്മദിൻ മുബാറക് ഹോ, അല്ലേ? ജന്മദിൻ മുബാറക് ഹോ. പിന്നെയോ താഴെയാണ് ആരുടെ പേര് എഴുതുക? സോറി, അമ്മി അല്ല കേട്ടോ, അമ്മു. അമ്മു, അല്ലേ? ആരാണോ കൊടുക്കുന്നവരുടെ പേര് താഴെയാണ് എഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല A4 ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ നല്ല കളർ പേപ്പറുകൾ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പലരും നല്ല കാർഡ്ബോർഡൊക്കെ വെട്ടി അതിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് നല്ല ചന്തമായിട്ട് തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി കൂട്ടുകാരിയോ കൂട്ടുകാരനക്കോ, അല്ലേ, അവരുടെ പേരൊക്കെ എഴുതി ഇതുപോലെ ആശംസയൊക്കെ എഴുതിയിട്ട് ഇത് നമ്മുടെ കൂട്ടുകാർക്ക് കൈമാറുക. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഒരു നല്ലൊരു പ്രവർത്തനമാണ്, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാം? ആശംസകൾ അറിയിച്ചുകൊണ്ട് ഉറുദുവിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ പ്രവർത്തനം നല്ല ഭംഗിയായിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതോടുകൂടി ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.